അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസും അമലുകളൊക്കെ കാണുന്ന മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ റബ്ബ് തീർത്ത് തന്ന് വലിയ സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം ഖാലിഖായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തമ്പലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കുപ്പി വെള്ളം മന്ത്രിക്കുക എന്ന് പറഞ്ഞാലേ നിങ്ങൾക്കൊക്കെ അറിയാം. ഉസ്താദുമാരുടെ അടുത്തും സയ്യിദന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മളൊരു കുപ്പി വെള്ളം കൊടുത്തിട്ട് ഉസ്താദ് ഒന്ന് മന്ത്രിച്ച് തരണം എന്ന് പറയാറുണ്ടല്ലോ. അവരത് മന്ത്രിച്ച് ഊതിയിട്ട് നിങ്ങളത് കുടിക്കാറുണ്ട്, കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാറുണ്ട്. അതിന് വലിയ ഫലം ലഭിക്കാറും ഉണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനു ഷരീഫ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? വെള്ളം മന്ത്രിച്ച് ഒരു ഉസ്താദിനെ കൊണ്ട് മന്ത്രിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാകാറുണ്ട് ചില ആളുകൾ. ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ ഒരാളുടെ അടുത്ത് പോയി മന്ത്രിക്കാൻ, ഉസ്താദുമാരെ സയ്യിദന്മാരുടെ അടുത്തൊന്നും പോയി മന്ത്രിക്കാൻ സമ്മതിക്കില്ലായിരിക്കും. അതല്ലെങ്കിൽ ഭർത്താവിനോ മറ്റാളുകൾക്കോ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവാറില്ല. അങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ പോകാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ഭാര്യമാരും ഉമ്മമാരുണ്ട്. അതല്ലെങ്കിൽ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഇത് വിശ്വസിക്കാത്തത് കൊണ്ട് ഭർത്താവ് പ്രയാസപ്പെടാറുണ്ട്. ഇത്തരം ആളുകൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കുപ്പി വെള്ളത്തിൽ മന്ത്രിച്ചൂതി നിങ്ങൾക്ക് കുടിക്കാനും നിങ്ങൾക്ക് ശരീരത്ത് പുരട്ടാനും മക്കൾക്ക് കുടിക്കാൻ കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരമലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് കൃത്യമായിട്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ആദരവായ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗികൾക്ക് ഓതി വെള്ളത്തിൽ ഊതിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? നൽകിയിട്ടുണ്ട്. ഹദീസുകളിൽ നമുക്കിത് കാണാം. ഉദാഹരണത്തിന് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, തെളിവുണ്ട്, മനസ്സിലായോ? അതല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇമാം ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കയിൽ വെച്ച് രോഗം വന്ന് വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ സ്വയം ഫാത്തിഹ സൂറത്ത് ഓതി വെള്ളത്തിൽ മന്ത്രിച്ചൂതിയിട്ട് അത് കുടിച്ചതിന് ശേഷം ആ അസുഖം ഭേദമായ ചരിത്രം നമുക്ക് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്ത് മക്കൾക്കും പേരക്കുട്ടികൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ശുദ്ധമായ, നല്ല ശുദ്ധമായ ഒരു കുപ്പി വെള്ളമെടുക്കുക. കിണറിൽ നിന്നും നമുക്ക് കോരിയെടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് അതാണ്. ശുദ്ധി വേണം. ഒളോട് കൂടി കിബിലക്ക് മുന്നിട്ടിരിക്കലാണ് ഏറ്റവും നല്ലത്. കിബിലക്ക് മുന്നിട്ട് ശുദ്ധിയോടുകൂടി ഒളോടുകൂടി ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് കിബിലക്ക് തിരിഞ്ഞിരുന്ന് വൃത്തിയിലിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഞങ്ങൾ സംസാരിക്കാതെ ആ കുപ്പി ഒന്ന് അടുത്ത് പിടിച്ചതിന് ശേഷം 7 ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് അതിലേക്ക് ഊതുക. നോക്കൂ നിങ്ങൾ, ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. എല്ലാ രോഗങ്ങൾക്കും ഫാത്തിഹ സൂറത്ത് ശമനമാണ്. അതുകൊണ്ടാണ് ഫാത്തിഹ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ 7 ഫാത്തിഹ സൂറത്ത് ഓതിയതിന് ശേഷം 7 ആയത്തുൽ കുർസി ഓതി ഈ വെള്ളത്തിൽ ഊതുക. എന്തിനാണ് ആയത്തുൽ കുർസി ഓതുന്നത്? എല്ലാത്തിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടാനാണ്. പിശാചിൻ്റെ പിടിയിൽ നിന്നും മറ്റുള്ളവരുടെ ശത്രുതയിൽ നിന്നും നമുക്ക് കാവൽ ലഭിക്കാൻ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബഖറയിൽ നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന ആയത്തുൽ കുർസി ഇത് 7 തവണ ഓതിയിട്ട് ഈ വെള്ളത്തിൽ ഊതുക. ശേഷം സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഇഖ്ലാസ് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് ആ സൂറത്തും, അതുപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്ത് കൂടി എന്ത് ചെയ്യുക? 7 തവണ 7 തവണ 7 തവണ എന്ത് ചെയ്യുക? ഓതിയിട്ട് കുപ്പിയിലൂതുക.
ഓരോ സൂറത്തും 7 തവണ വീതം വേണം ഓതാൻ. ഇത് ഓതി ഊതുന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾ? ആയത്തുൽ കുർസി നമുക്ക് സംരക്ഷണത്തിനാണ്. ഫാത്തിഹ സൂറത്ത് രോഗങ്ങൾ മാറാനാണ്. അപ്പോൾ ഈ ഫലക്കും നാസും ഇഖ്ലാസും എന്തിനാ? അത് നമ്മുടെ സിഹർ, കണ്ണേർ, മനസ്സിലായോ? നമുക്ക് ഏറ്റ സിഹർ, കണ്ണേറൊക്കെ മാറാനും നമുക്ക് നല്ല എനർജി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ സൂറത്തുകൾ ഓതി വെള്ളത്തിൽ ഊതുന്നത്. ശേഷം നിങ്ങൾ ഒരു 33 സ്വലാത്ത്, ഏത് സ്വലാത്തും പറ്റും, എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വലാത്താണ് എല്ലാവർക്കും അറിയുക അല്ലേ? ആ സ്വലാത്ത് ചൊല്ലിയാലും മതി. അതെന്തിനാണ്? നിങ്ങൾ ഈ ചെയ്ത അമൽ, ഈ അമൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്. സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും, ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ചൊല്ലിയതൊക്കെ സ്വീകരിക്കാനും ഈ അമൽ കബൂലാകാനും വേണ്ടി ഒരു 33 സ്വലാത്ത് ഇത്രയും നിങ്ങൾ ചൊല്ലി ഊതിയതിന് ശേഷം ഈ വെള്ളം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുങ്ങൾ? ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുങ്ങൾ? നമ്മുടെ വീട്ടിൽ ചില അസ്വസ്ഥതകൾ തോന്നുമ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാം. വീട്ടിലെ അസ്വസ്ഥതകൾ മാറാൻ ഈ വെള്ളം എന്ത് ചെയ്യുക? ചില വീടിൻ്റെ മൂലകളിലും വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ തെളിക്കാൻ പറ്റും. മനസ്സിലായോ? അതുപോലെ തന്നെ രോഗമുള്ള ആളുകൾക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റും. കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ ആ മക്കൾക്ക് ഇത് വെറും വയറ്റിൽ കുടിക്കാൻ കൊടുക്കാൻ പറ്റും. കടബാധ്യതയും പ്രയാസവുമുള്ളവർക്ക് മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടി ഈ വെള്ളം കുടിക്കാൻ പറ്റും. രോഗികൾക്ക്, ക്ഷീണവും തളർച്ചയും തോന്നുന്നവർക്ക്, ശരീരത്തിൽ വേദനയാണ്, വേദന മാറുന്നില്ല, ഈ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു ശരാശരി ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും ഈ വെള്ളം നിങ്ങൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചില കമൻറ്റ്, ഇപ്പോൾ സാധാരണക്കാർക്കും വെള്ളം ഊതി മന്ത്രിക്കാൻ പറ്റുമോ? പറ്റും, ഒരു സംശയവുമില്ല. റിയാള വീട്ടിയവരും ഇജാസിയത്ത് പ്രകാരം ഉസ്താദുമാരടുത്തു നിന്ന് ഗുരുസമ്മതത്തോടു കൂടി ഇരിക്കുന്ന ആളുകൾ ഊതുന്നതും, അത് അങ്ങനെ ഊതുന്നവരുണ്ട്. പ്രത്യേകം ആളുകളിൽ നിന്നും കൈമാറി വന്ന റിയാള വീട്ടി വന്ന അത് പ്രത്യേക നിർദ്ദേശപ്രകാരം ഊതി കൊടുക്കുന്നവർ, അവർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ടാവും. അങ്ങനെ ഊതി കൊടുക്കുന്നവർക്ക് അവരുടേതായ പ്രത്യേകതയും പവറും ഒക്കെ ഉണ്ടാവും ആ വെള്ളത്തിന്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഊതി നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഫലം കിട്ടും. ഖുർആനാണ് ഓതുന്നത്. ഓതുന്നവൻ്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. ഞാൻ ഊതി തന്നാലും നിങ്ങൾ ഓതി കുടിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ അഴുക്കുണ്ടോ? ആ ഹൃദയം മലിനമാണോ? അള്ളാഹ്ക്ക് അതിന് മൂലയിലാണെങ്കിലും ഞാനാണെങ്കിലും എത്ര വലിയവനെ കൊമ്പത്തുള്ളവനാണെങ്കിലും ഓന റബ്ബിന് വേണ്ട. ഹൃദയത്തിൽ മലിനമായി കിടക്കുന്നവനാണെങ്കിൽ വേണ്ട. നേരെ മറിച്ച് ഇപ്പം ഞാൻ ഒരു വെള്ളം മന്ത്രിച്ച് കൊടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനായിട്ട് ഒരടുപ്പമില്ല, ഞാനങ്ങനെ തമ്മാടി തരം കാണിച്ചങ്ങനെ നടക്കുകയാണ്, ഞാൻ വെള്ളം ഊതുന്നതിൽ കൂടുതൽ പവർ കിട്ടില്ല ആരുടേക്കാരം നിറങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത, ചിലപ്പോൾ 5 വക്ത് നിസ്കരിച്ച് നല്ല ഈമാനോടുകൂടി ഒരു ഹറാമൊന്നും കാണാതെ ഒരു വീട്ടിലൊരു വല്യമ്മ ഇരിക്കുന്നുണ്ട്, ആ വല്യമ്മ ഊതി കഴിഞ്ഞാൽ അതിലേറെ പവർ കിട്ടും. കാരണം അത്രയും ഹൃദയ ശുദ്ധിയാണ്. അള്ളാഹുവിന് അതാണ് വേണ്ടത്. ഹൃദയം നന്നാക്കലാണ് ഏറ്റവും നല്ലത്. അതിനർത്ഥം ഉസ്താദുമാർ ഊതിയാൽ പവറില്ല എന്നല്ല. ഉസ്താദുമാർ ഊതി കൊടുക്കുന്നതിന് പവറുണ്ട്. കാരണം അവരത്രത്തോളം പള്ളിയിൽ ജോലി ചെയ്യുന്നു. നമ്മളൊക്കെ ചില പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുടെ അടുത്ത് വെള്ളം ഊതാൻ കൊണ്ടുപോകല്ലേ, അത് ഊതി കുടിച്ചാൽ അപ്പം തന്നെ മാറ്റം കിട്ടിയ റിസൾട്ട് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് കാരണം? അവരത്രമാത്രം പള്ളിയിലിരുന്ന് ഇബാദത്തെടുത്ത് അള്ളാഹുമായി അടുത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ അതിനൊന്നുകൂടി പവർ കൂടും. അതുകൊണ്ടാണല്ലോ ഉസ്താദുമാരുടെ അടുത്തേക്ക് വെള്ളവും കൊണ്ട് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലാൻ പ്രയാസമുള്ളവർക്ക് വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കി. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഒരുപാട് അമലുകൾ ചെയ്യാനും പറഞ്ഞു തരാനും എനിക്കും നിങ്ങൾക്കും ആരോഗ്യവും ആഫിയത്തും തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ അമലൊക്കെ ചെയ്യുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട വിനീതന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു. അള്ളാഹു വലിയ സന്തോഷവും സമാധാനവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.